നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഉങ്ങാണ്. കേരളത്തിലുടനീളം അല്ലെങ്കിൽ തണൽ വൃക്ഷമായി വളരുന്ന ഒരു ചെടിയാണ് ഉങ്ങ്. ഉങ്ങിനെ പൊതുവെ പുങ്ക് എന്നും പറയാറുണ്ട്. ഏകദേശം 18 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ വൃക്ഷമാണ് ഉങ്ങ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പൊതുവെ തണൽ വൃക്ഷമായി വെച്ചുപിടിപ്പിക്കുന്നത്. നക്തമാല, സ്നിഗ്ധപത്ര എന്നീ പേരുകളിൽ സംസ്കൃതത്തിന് ഇതിനറിയപ്പെടുന്നു. ലെഗുമിനേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൊങ്ങാമിന പിന്നാറ്റ എന്നാണ്. അനേകം ശാഖ ഉപശാഖകളോടുകൂടിയ ഒരു വൃക്ഷമാണ് ഉങ്ങ്. ഇതിൻ്റെ മരപ്പട്ട എന്ന് പറയുന്നത് തവിട്ട് കലർന്ന വെള്ള നിറത്തോടു കൂടിയ പുള്ളികളോടുകൂടിയുള്ളതാണ്. പൊങ്ങാമിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണിത്. ഇതിൻ്റെ വിശദാംശങ്ങളും ഔഷധ ഗുണങ്ങളെയും പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഉങ്ങിനെ പറ്റിയിട്ട് ഒരു അത്ഭുതമായൊരു പ്രതിഭാസമുണ്ട്. ഈ ഉങ്ങിൻ്റെ വേര് ഇങ്ങനെ പടർന്നു പോകുമ്പോൾ അതിൻ്റെ ആ ചുറ്റുള്ള ഭാഗത്തേക്കൊന്നും എലികൾ വരില്ല എന്ന് പറയും. എന്തോ എലിയെ തടുക്കാനുള്ള ഒരു ഔഷധ ഗുണം എന്തോ ഒരു പ്രയോഗം അതിനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഉങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എലികൾ കടന്നു വരില്ല. ഉങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ത്വക്ക് രോഗങ്ങളാണ്. കരഞ്ചത്വ പ്രയോഗം എന്ന് പറയും. അതായത് പല വിധത്തിലും പ്രയോഗിക്കാം. ഇത് ഉങ്ങ് കഷായം വെച്ച് അകത്തേക്ക് കൊടുക്കാം. ഉങ്ങിൻ്റെ പട്ട അരച്ച് ഈ ലേപനത്തിൽ, ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ പുറമെ ലേപനത്തിൽ കൊടുക്കാൻ അത്യാവശ്യം. അല്ലെങ്കിൽ ഉങ്ങിൻ്റെ പട്ടയും ഇലയിട്ട് എണ്ണ കാച്ചിട്ട് മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ ചൊറിയുള്ള ആൾക്കാർക്ക് ചൊറി പെട്ടെന്ന് കുറയും. പല ത്വക്ക് രോഗങ്ങൾക്കും അത്ഭുതമായ ഫലസിദ്ധിയായിട്ട് കിട്ടുന്നതാണ് ഈ ഉങ്ങിൻ്റെ പ്രയോഗങ്ങൾ. അതുപോലെ കരഞ്ചത്തിൻ്റെ ഈ ഇലയും പട്ടയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിലിങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ഈ ചൂട് കാലത്ത്, അതായത് ഉങ്ങിൻ്റെ ഒരു പ്രത്യേകത ഏത് കാലത്തും അതിൻ്റെ ഇലയായിട്ട് നല്ല പച്ചപ്പോട് കൂടി ഇരിക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ശരീരത്തിൽ ചൂട് പൊങ്ങുന്ന ആൾക്കാർക്ക് ഈ ഉങ്ങിൻ്റെ വേരും ഉങ്ങിൻ്റെ പട്ട ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ കുളിച്ച് കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് കുറയും. ഈ കുരുകുരുകൾ പൊന്നണമെന്നൊക്കെ പെട്ടെന്ന് കുറയും.